കൃഷ്ണപ്രഭ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ ഇൻ്റർവ്യൂവിലെ ഒരു പോർഷന് മല്ലു അനലിസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു. ഇദ്ദേഹം കൃഷ്ണപ്രഭ ഒരു ആർട്ടിസ്റ്റാണ്, കുറേ നാളുകളായിട്ട് ഫീൽഡിലുള്ള ഒരാളാണ്, പാട്ട് പാടും, ഡാൻസ് കളിക്കും, അഭിനയിക്കും. സോ മെൻ്റൽ ഹെൽത്ത് എന്ന ഒരു വിഷയത്തെ ഇത്രയും നിരുത്തരവാദിത്തപരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കണ്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി, അതും മെൻ്റൽ ഹെൽത്ത് ഡേയുടെ അന്ന് തന്നെ. സോ അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ, അങ്ങനെ കുറേ പുതിയ ടേംസൊക്കെ ഉണ്ടല്ലോ, പഴയ വട്ട് തന്നെ എന്ന് പറഞ്ഞിട്ട് കുറേ ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് കണ്ടത്. അതിൻ്റെ താഴെയുള്ള കമൻസിലാണെങ്കിലും ഇത് ഒത്തിരി പേരെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് എനിക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു പോർഷൻ മാത്രം കണ്ടിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്താൽ അത് ചിലപ്പോൾ ശരിയായിരിക്കില്ല. അത് കാരണം ഞാൻ ആ ഇൻ്റർവ്യൂ മൊത്തം ഇരുന്ന് ഞാൻ കണ്ടു. ആ ഇൻ്റർവ്യൂയുടെ അകത്ത് ഇനി വേറെ എന്തെങ്കിലും ഭാഗം നമ്മൾ വിട്ടുപോയിട്ടാണോ, എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ വട്ട് എന്ന രീതിയിൽ പറഞ്ഞ് അതിനെക്കുറിച്ച് പുച്ഛിച്ച് ചിരിക്കുന്നത് ആക്സെപ്റ്റബിൾ അല്ല. സ്റ്റിൽ യു ഹാവ് ടു ഗിവ് ദ ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട് അല്ലേ. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ മൊത്തം ഇരുന്ന് കണ്ടു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇടയ്ക്ക് ഈ സിനിമ ഒക്കെ ചാൻസസ് ഒക്കെ കിട്ടാതെ വരുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി വേറെ ആൾക്കാർക്ക് കിട്ടുന്ന സമയങ്ങളിൽ എനിക്ക് വിഷമം തോന്നാറുണ്ട്, അല്ല എനിക്ക് അത് കാണുമ്പോഴേക്കും എനിക്ക് കരച്ചിൽ വരാറുണ്ട്, ഞാൻ കുറേ ഇരുന്ന് കരയുമായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. സോ അങ്ങനെ നമുക്ക് വിഷമം തോന്നി കരയുക എന്ന് പറയുന്നത് ഒരു സാഡ്നെസ് ആണ്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ കരയുന്നു, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം വരുമ്പോൾ ചിരിക്കുന്നു, അങ്ങനെയുള്ളത്. പക്ഷേ ഡിപ്രഷൻ എന്ന് പറയുന്ന കാര്യം അത് ഒരു ടേം ഇന്നുണ്ടായി വന്നു എന്നുള്ളത് കൊണ്ടോ അങ്ങനെയല്ല. ഒരു 19th century തൊട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഡിപ്രഷൻ. നമ്മൾ ആപ്പിൾ എന്ന് പറയാൻ പഠിക്കുന്നത് വരെ ആപ്പിൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആപ്പിൾ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഓരോ അനുഭവങ്ങളിൽ നിന്നും പഠിക്കുന്നു, ഓരോ വിവരം നമ്മൾക്ക് ഉണ്ടായി വരുന്നു. ഇൻഫർമേഷൻ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കാര്യം. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ ഇത്രയും റെസ്പോൺസിബിളായിട്ട് ഹാൻഡിൽ ചെയ്യാതിരിക്കുക, ഒരു പബ്ലിക് ഫിഗർ എസ്പെഷ്യലി. ഇതിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് വട്ട് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. ഈ വട്ടെന്ന് പറയുന്നത് തന്നെ നമ്മൾ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ടേം അല്ല. കാര്യം നമ്മൾക്ക് പണ്ട് ആൾക്കാർക്ക് സൈക്കാട്രിക് പ്രോബ്ലംസ്, അതായത് ഒരു മനസ്സിൻ്റെ സമനില തെറ്റുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. നമ്മുടെ സമനില എന്ന് പറയുമ്പോൾ തന്നെ എന്താ, നമുക്ക് സന്തോഷങ്ങളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾ നമുക്ക് ഒരു ടൈമിൻ്റെ സെൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് പെരുമാറേണ്ടത്, പരസ്പര വിരുദ്ധമായിട്ടല്ലാതെ പെരുമാറുന്ന രീതി, ഇതൊക്കെയാണ് നമ്മളൊരു സമനിലയോടുകൂടി പെരുമാറുക എന്ന് പറയുന്നത്. അത് തെറ്റിപ്പോകുന്നത് പല ഫാക്ടേഴ്സും ഉണ്ടാവാം. ചിലപ്പോൾ നമുക്ക് ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് കൂടാം. എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ടാവാം. ജനറ്റിക്സ് ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവാം. മനസ്സിൽ തന്നെ, ഇപ്പോൾ ബ്രെയിനിൽ തന്നെയുള്ള കെമിക്കൽ ഡിഫറൻസസും ഒരു വയറിങ്ങിൻ്റെ ഡിഫറൻസസും ഒക്കെ കാരണം ഇത് സംഭവിക്കാറുണ്ട്. ചില ആൾക്കാരിപ്പോൾ പ്രസവിച്ച് കഴിയുമ്പോഴായിരിക്കാം, ചില ആൾക്കാർക്ക് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോഴായിരിക്കാം, ചില ആളുകൾക്ക് ആരുടെയെങ്കിലും മരണത്തോടു കൂടിയായിരിക്കാം ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്, ചില ആൾക്കാർക്ക് ചുമ്മാതെ കൂടെ ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം, ഒരു അസുഖം വരാം. ആൻഡ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് ചുമ്മാ ഇടയ്ക്കൊന്ന് വിഷമം വരുന്നു, ഇടയ്ക്കൊന്ന് സന്തോഷം വരുന്നു, അതല്ല. അത് എക്സ്ട്രീമായിട്ട് വരുന്ന പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയൊക്കെ പോലത്തെ സിറ്റുവേഷൻസിൽ ഇത് എക്സ്ട്രീമായിട്ട് വരും. ചില ആൾക്കാർക്ക് പ്രീമെൻസ്ട്രൽ സിൻഡ്രോം, PMDD എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആൾക്കാർക്ക് പീരിയഡ്സിൻ്റെ സമയത്ത് എക്സ്ട്രീം മൂഡ് സ്വിങ്സ് വരാറുണ്ട്. ആൻഡ് ഈ അസുഖങ്ങളൊക്കെ കാരണം നരകിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇവർക്കിത് പുറത്ത് പറയാനോ അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനോ പോലും പറ്റാറില്ല, ബിക്കോസ് സ്റ്റിഗ്മ ഉള്ളത് കൊണ്ട്. കാര്യം വട്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ വട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വില കുറഞ്ഞൊരു സാധനവും ആൾക്കാർക്ക് പരിഹസിക്കാനും ഒക്കെ ഉള്ള ഒരിതായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റിഗ്മ നിൽക്കുന്ന ഒരു സ്ഥലത്ത് അത്രയും കഷ്ടപ്പെട്ട് അതിനോട് പോരാടി നിൽക്കുന്ന ഈ ഒരു സമയത്ത് സർക്കാരാണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസും ഇൻഫ്ലുവൻസേഴ്സ് കൂടെ മെൻ്റൽ ഹെൽത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്ത് അതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്ത് എല്ലാവരെയും ഒന്ന് ഇതിനെക്കുറിച്ചൊന്ന് അറിവൊക്കെ ആക്കി കുറച്ചുകൂടെ അത് നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു
പുച്ഛിക്കുന്ന രീതിയിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ മോശമായിപ്പോയി. കഴിഞ്ഞ ദിവസം കൂടെ എൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് പറഞ്ഞത്, അദ്ദേഹം വലിയ കോളേജസിൽ പഠിച്ച ഒരാളാണ്. ജോലിക്ക് പോയ സമയത്ത് ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ ചോദിച്ചു, അപ്പോൾ എനിക്ക് ഇങ്ങനെ ഡിപ്രഷൻ ആയിരുന്നു എന്ന് പറയേണ്ടി വന്നു. അത് കാരണം അത്രയും നേരം നന്നായിട്ട് പോയ ഇൻ്റർവ്യൂ അവിടെ വെച്ച് എൻഡായി, എനിക്ക് ആ ജോലി കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിപ്രഷൻ ഉള്ളത് കാരണം ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഉണ്ടാവാം, അതിനെക്കുറിച്ച് അറിവില്ലാത്ത ആൾക്കാരുണ്ടാവാം. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷമം, ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പറയാൻ പേടിയാണ്, അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുമോ? ആക്ടേഴ്സിൽ എത്ര പേർക്ക് വരാറുണ്ട്? എത്രയോ അഡ്വക്കേറ്റ്സിന്, എത്രയോ ടീച്ചേഴ്സിന്, എത്രയോ പൊളിറ്റീഷ്യൻസിന് ഒക്കെ വരാവുന്ന ഒരു അസുഖമാണ്. ഈ തമാശയായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ഓക്കെ, ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ വിഷമം വന്നപ്പോൾ കരഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് റീബൗണ്ട് ചെയ്തു, പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്ന ഒരാളാണ്. ആൻഡ് എല്ലാവർക്കും അങ്ങനെ ആകാൻ പറ്റണം എന്നില്ല. നമ്മുടെയൊക്കെ ത്രെഷോൾഡ് ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മുടെയൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ആ സമയത്ത് നമുക്ക് കരച്ചിൽ നിന്നും കയറി വരാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ കരച്ചിൽ മാത്രമല്ല ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദേഷ്യം മാത്രമല്ല മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ. ഈ ഡിപ്രഷനിൽ തന്നെ ചില ആളുകൾക്ക് മുന്നോട്ടൊന്നും കാണില്ല, അതായത് ഒരു ഡാർക്ക്നെസ് ആണ് ചുറ്റും. അവർക്ക് ഒന്നും ചെയ്യാനുള്ള എനർജി ഉണ്ടാവില്ല, ഒന്നിനോടും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, എന്തിനാ ജീവിക്കുന്നതെന്ന് ഉള്ള ഒരു ഹോപ്പ് പോലും ഉണ്ടാവില്ല. അവർ ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അതായത് രാവിലെ എഴുന്നേൽക്കുന്നത് തൊട്ട് ഹെവിയാണ്. എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, ജീവിക്കാൻ തോന്നില്ല, മൂവ് ചെയ്യാൻ തോന്നില്ല, ബ്രഷ് ചെയ്യാൻ തോന്നില്ല. അത്രയ്ക്ക് സിവിയറായിട്ട് വരുന്നൊരു കാര്യമാണ് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ. ആൻഡ് ഇനി ഓപ്പോസിറ്റ് സൈഡ് മേനിയ വരുന്ന ആൾക്കാർ, അവർക്കും വട്ടെന്ന് പറയും നിങ്ങൾ. അതായത് അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, ഒത്തിരി സംസാരിക്കും, ഓടും ചാടും, കാശ് സ്പെൻഡ് ചെയ്യും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാകും. ചില ആൾക്കാർ ഇറലവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന സൈക്കോസിസ് പോലത്തെ ആൾക്കാർ. ഇതിനൊക്കെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ അങ്ങ് ഉപേക്ഷിച്ച് കളയുക, അല്ലെങ്കിൽ അവരെന്താ ഡിസ്കാർഡ് ചെയ്ത് കളയോ സൊസൈറ്റിയിൽ നിന്ന്, എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന് ഇത്രയും തമാശയായിട്ട് പറയുമ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? വെറുതെ ഒരു പണിയില്ലാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് വരുന്ന കാര്യമൊന്നുമല്ല. വളരെ ബിസി ആയിട്ട് ലൈഫ് ലീഡ് ചെയ്ത് പോകുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ വരാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിനെ ഇത്ര തമാശയായിട്ട് ഒരു പുച്ഛിക്കുന്ന രീതിയിൽ പറയുമ്പോൾ ദാറ്റ്സ് വെരി ഹേർട്ട്ഫുൾ. നമ്മൾ ക്യാൻസറിനെ കുറിച്ചൊക്കെ കുറേ കേൾക്കും. ക്യാൻസറിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ അനുകമ്പ കിട്ടും. പക്ഷേ ഒരു സൈക്കാട്രിക് പ്രോബ്ലം നമ്മൾ ഡയഗ്നോസിസ് ആയിട്ട് പറയുമ്പോൾ ഉണ്ടല്ലോ, അതിനേക്കാൾ കഷ്ടമാണ്. കാര്യം ക്യാൻസറിനൊക്കെ കുറച്ചുകൂടെ സിമ്പതി എങ്കിലും ഉണ്ട്. ഒരു സൈക്കാട്രിക് പ്രോബ്ലം ഡയഗ്നോസിസ് പറയുമ്പോൾ ഒരു പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ അവർ ചിന്തിക്കുക, അയ്യോ ഇനി എന്തെങ്കിലും കല്യാണം നടക്കുമോ, ഈ ലൈഫ് ലോങ് ഇത് മരുന്ന് കഴിക്കേണ്ടി വരുമോ, അത് എങ്ങനെയായിരിക്കും ആൾക്കാർ കാണുക, ഇങ്ങനെ കുറേ സ്റ്റിഗ്മയിലൂടെ പോയി അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരുള്ള ഈ ഒരു സിറ്റുവേഷനിൽ ഇതിനിങ്ങനെ തമാശയായിട്ട് പറഞ്ഞ് അവരെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള അവസരം കൂടെ നശിപ്പിക്കരുത്. ഇറ്റ്സ് വെരി ഹേർട്ട്ഫുൾ. അസുഖങ്ങളുള്ള ആൾക്കാരത് പുറത്തോട്ട് പറഞ്ഞ് കുറേ കൂടെ ആൾക്കാരെ എൻകറേജ് ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷനിൽ എസ്പെഷ്യലി. വെറുതെ ഇരിക്കുന്നത് കൊണ്ട് വരുന്ന കാര്യമൊന്നുമല്ല. ഇപ്പോൾ നമ്മളുണ്ടല്ലോ, എല്ലാ അസുഖങ്ങളും വേറെ പ്രശ്നങ്ങളും ഒക്കെ കാണുമ്പോൾ ഈ പറയത്തില്ലേ, ആരാണ്ടമ്മയ്ക്ക് പ്രാന്തായ കാണാൻ നല്ല ചേലാണ് എന്ന് പറയുന്നത് പോലെയും നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് കെട്ടുകഥകളാണെന്ന് ബെന്യാമിൻ പറഞ്ഞ പോലെയാണ്. നമ്മൾക്ക് ശരിക്കും ആ ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ വന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു എക്സ്റ്റെൻറ്റ് മനസ്സിലാവത്തുള്ളൂ, അത് എന്ത് ബുദ്ധിമുട്ടാണെന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഫാമിലിയിൽ ആർക്കെങ്കിലും, ആൻഡ് ആരും ഇമ്മ്യൂണല്ല, ഓക്കെ, എത്ര കാശുണ്ടെങ്കിലും എത്ര സക്സസ്ഫുൾ ആണെങ്കിലും എല്ലാം കിട്ടിയാലും ചില ആളുകൾ ഇതിലോട്ട് സ്ലിപ്പ് ചെയ്ത് പോവും. അപ്പോൾ വരാതിരിക്കട്ടെ, അറിയാതിരിക്കട്ടെ, അതാണ് ഏറ്റവും നല്ലത്. കാര്യം നമുക്കങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് നമുക്ക് അറിയേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ഒരനുഗ്രഹമായിട്ട് കാണുക. പക്ഷെ അത് വന്നിട്ടുള്ള ആളുകളോട് ഇങ്ങനെ സംസാരിക്കുകയും അവരെ ഭയങ്കര ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എത്രയോ ലൈഫ്സാണ് നശിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. സോ ഇറസ്പോൺസിബിൾ ഓഫ് യു ടു ടോക്ക് ലൈക്ക് ദാറ്റ്. ആൻഡ് അത് കണ്ടിട്ട് ഹേർട്ടായിട്ടുള്ള സൈക്കാട്രിക് പ്രോബ്ലംസ് ഉള്ള ആളുകളുണ്ടെങ്കിൽ ഡോണ്ട് ബി. വിവരമില്ലാത്ത ആൾക്കാർ പലതും പറയും, പക്ഷേ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളത് എന്താണെന്ന് നമുക്കറിയാം. ആൻഡ് ദാറ്റ് ക്യാൻ ബി ട്രീറ്റഡ്, ദാറ്റ് ക്യാൻ ബി ഹെൽപ്ഡ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. എനിക്ക് പറയണമെന്ന് തോന്നി. ഇത്രയും ഇറസ്പോൺസിബിളായിട്ട് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ഇന്നും ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ പറയാമെന്ന് പറയുന്നത്
I don't know what to say. That's all about this video. Thank you.